ഇതേ നമ്മളൊരു പൊരിച്ച ചിക്കൻ ദം ബിരിയാണിയാണ് റെഡിയാക്കാൻ പോണേ കേട്ടോ. നമുക്ക് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അത് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാട്ടാ. ഈ ചിക്കനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് കണ്ട ചെറിയ പീസാക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണം കേട്ടോ. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ സ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നാരങ്ങ നീരാട്ടാ. ഒരു ചെറിയ ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, അതേപോലെ തന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂൺ തൈരും നാരങ്ങ നീരൊക്കെ നമ്മളുടെ ചിക്കനെ സോഫ്റ്റ് ആക്കുന്നതാണ്. പലരും പറയാറുണ്ട് ചിക്കനൊക്കെ കറി വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡാണ്. നമ്മൾ ഈ തൈരും ഇതൊക്കെ ഇടാണെങ്കിൽ അത്രയും ഹാർഡൊന്നും ആയിട്ടിരിക്കില്ല, സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്കിത് കൂട്ടി തിരുമ്മി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂറെങ്കിലും വയ്ക്കാൻ സമയം ഇല്ലെങ്കിൽ നിങ്ങൾ അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തിരുമ്മി വെച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ ഒരു നല്ല ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. ഗ്ലാസ്സിക്ക് 3 ഗ്ലാസ് അരിയായിട്ടാണ് ഞാൻ എടുക്കണേ. ഇനി ഇത് കഴുകി നന്നായിട്ട് എടുത്തിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളുടെ 3 ഗ്ലാസ് അരിയിട്ട് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മളുടെ റൈസ് വേവിക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതേ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഇത്തിരി ഉപ്പ് കയറി നിൽക്കണം, ചോറിൽ നന്നായിട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, എന്നാൽ ആ ഉപ്പ് അതിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ബേ ലീഫ്, 1 ജാതിപത്രി, 2 പട്ട, പിന്നെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ, ഒരു 4-5 ഗ്രാമ്പു, ഇത്രയും മതി ഇട്ടാ. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അരി ഇടാനുള്ള തളയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ, നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച നാരങ്ങയുടെ പകുതി, കാരണം ചോറ് ഒന്നിലും ഒറ്റി പിടിക്കാതിരിക്കാനാട്ടോ. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ ഞാൻ കുതിർത്തിയതിന് ശേഷം ഊറ്റി വെച്ചിരിക്കുന്ന അരിയായിട്ട് ഇട്ട് കൊടുക്കണേ. ഇതൊരു 70% വെന്താൽ മതി, ബാക്കി നമ്മൾ ദമ്മിലാട്ടോ വേവിച്ചെടുക്കണേ. ഇത് ബസുമതി അരി ആട്ടോ, ബസുമതി നീളത്തിലുള്ള. ഇനി ഇത് ഞങ്ങൾ തിളച്ചൊന്ന് വെന്തോട്ടെ, അധികം സമയമൊന്നും വേണ്ടി വരില്ല വേവാൻ. അപ്പോൾ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. നമുക്കിത് അടച്ചു വയ്ക്കാം. നമ്മളുടെ ചോറ് ഇത് പാകമായിട്ടിട്ടത് മതി. ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റിയിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. നമ്മളുടെ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഇതിൽ വറുത്തെടുക്കുക. ഇത്തിരി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കും.
ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇത് ചിക്കനെ മറിച്ചിടാട്ടോ. കുറച്ച് സിമ്മിലിട്ടിട്ട് ചെയ്യണേ. പെട്ടെന്ന് നമ്മൾ ഉള്ളിലിട്ടിട്ട് ചെയ്താൽ ഉള്ളൊന്നും വേഗില്ല. ഇത് സിമ്മിൽ കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ മറിച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. തിരക്ക് പിടിച്ച ഒരു കാര്യമില്ല. നമ്മൾ പയ്യെ പയ്യെ മറിച്ചിട്ടിട്ട് വേവിക്കാം. ഇതൊന്ന് എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം ഒന്നും കൂടി ആവട്ടെ. നമ്മുടെ ബിരിയാണി ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്യട്ടെ. ടേസ്റ്റ് കൂടണ്ടേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കശുവണ്ടിപ്പരിപ്പും കുറച്ചെടുക്കാം. കശുവണ്ടിയും മുന്തിരിയൊക്കെ റെഡി ആയിട്ട് നമുക്ക് ഇതിലേക്ക് സവോള വറുത്തെടുക്കാം. സവോള ഒരു ഗോൾഡൻ ഇതായിട്ട് വറുത്തെടുക്കണം നമ്മൾ. A few moments later. ഇത് സവോള ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കോരി മാറ്റാം. കരി കരി പോലെ ഒരു സൗണ്ട് കേട്ടോ. അത് മൂത്തേൻ്റെയാണ് അതിൻ്റെ. ചിക്കൻ ആയിട്ടാ. അപ്പോൾ നമുക്ക് ചിക്കൻ കോരി മാറ്റാം. കറി റെഡിയാക്കട്ടെ. അതിന് വേണ്ടി ഞാനൊരു 3 സവോള എടുത്തിട്ടുണ്ട്. 3 സവോള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണം. സവോള വറുത്ത് വെച്ചില്ല. അതിലേക്കൊരു ലേശം പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ആ സൈഡിലേക്ക് ഇനി മാറ്റി വയ്ക്കാം. ഞാൻ ഇതിലേക്ക് ഇടാൻ പോണത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും നമ്മളുടെ പുതിനയും മല്ലിയിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ അങ്ങനെ ആ ഇഞ്ചി, പച്ചമുളകും പിന്നെ നമ്മളുടെ ഇതിനകത്ത് വേപ്പിലയും പുതിനയും മല്ലിയിലയൊക്കെ കൂടി ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് അടിച്ചപ്പോൾ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ കൂടെ പുതിനയും ഇതൊക്കെ കൂടി ചേർത്തത്. നമുക്കിതിലേക്ക് തക്കാളിയും കൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്നങ്ങോട്ട് ആയി വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഇതിലേക്കുള്ള പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഈ റൂം മുഴുവനും ആ പുതിനയുടെയും മല്ലിയിലയുടെയൊക്കെ സ്മെല്ലാട്ടാണ്. ഇച്ചിരി കറിവേപ്പിലയും കൂടി കിടന്നോട്ടെ. അടിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നാലും കറിവേപ്പില നല്ല ഗുണമുള്ളതല്ലേ. നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അതേ ഇത് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പൊക്കെ നമ്മൾ ഇട്ടാണ് നമ്മുടെ ചിക്കനൊക്കെ വറുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം മതി. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ
നേരത്തെ ചിക്കൻ റെഡിയാക്കാൻ എടുത്ത പോലെ തന്നെ സ്പൂണിൽ കുമിച്ച് നമ്മൾ കാശ്മീരി പൊടി, കാരണം ഇതിന് ബിരിയാണിക്ക് അധികം എരിവുണ്ടാവില്ലല്ലോ, അപ്പോൾ നമ്മൾ അധികം എരിവില്ലാത്ത കാരണം കളറ് മാത്രം നമുക്ക് കുറച്ച് മതി. അപ്പോൾ കാശ്മീരി, പിന്നെ മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, കുറച്ച് ഗരം മസാല. ഇനി ഇതിൻ്റെ എല്ലാം ആ ഒരു പച്ചമണമൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ചിക്കൻ യോജിപ്പിക്കാം. ചിക്കൻ 3/4 ഭാഗവും വേവായിട്ടുണ്ട്. ഇനി ആ മസാലകളൊക്കെ ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തന്നെയാട്ടോ നമ്മൾ ദമ്മിടണത്. അപ്പോൾ നമുക്കിനി ദമ്മിടാം. ലേശം മല്ലിയില ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു പുതിനയും കുറച്ച്, നമ്മൾ ഓൾറെഡി ഇതിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു ഇത്തിരി പുതിനയും കൂടി കിടക്കട്ടെ. നമ്മൾ ലേശം ചോറ് മുകളിലിട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു 70% ചോറ് വെന്തിട്ടുള്ളൂ. നമ്മൾ ആ സവോളയില്ലേ, നല്ല കരികരിന്നിരിക്കണണ്ട സവോള ഇച്ചിരി ഇവിടെ വിതറി കൊടുക്കുക. ലേശം കശുവണ്ടിയും മുന്തിരിയും കുറച്ച് പുതിനയുടെ ഇല, മല്ലിയിലയും നമുക്ക് അടുത്ത സെക്ഷൻ ചോറ് ഇട്ട് കൊടുക്കാം. ലേശം നമ്മളുടെ ഇതൊക്കെ ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. കശുവണ്ടിയും മുന്തിരിയും കുറച്ച് നെയ്യ് അങ്ങോട്ട് ഉരുക്കി പൊക്കോളും. ഇനി ഇത് സിമ്മിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ തുറക്കുകയൊന്നും ചെയ്യരുത്. 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് ഭദ്രമാക്കി വയ്ക്കാം. അപ്പം അതേ നമ്മൾ വെച്ചിട്ട് സമയം ആയിട്ട് നമുക്കിനി ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം. വാവ്, നല്ല എല്ലാ ഇതും മാറിയതേ, ചൂട് നല്ല, ആ നെയ്യൊക്കെ അങ്ങനെ അടിയിലേക്ക് പോയി നോക്കി, ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ചിക്കനും ഒക്കെ. അതെ, ഇനി നമ്മൾക്കൊന്ന് ഇതൊന്ന് പകർത്താം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ വശത്തേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ചോറും, ഇപ്പോൾ കറി സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചോറും കറിയും കൂടി ഒന്നിച്ച് വിളമ്പി കൊടുക്കാം.
ഇത് നമുക്ക് കണ്ടല്ല എന്ത് സ്മെല്ലാ വന്നേന്നാ. അപ്പം നമ്മൾ ഇതിനകത്ത് വേണമെങ്കിൽ മഞ്ഞപ്പൊടി നമുക്ക് പാലിലിടാം. പക്ഷെ നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്തേക്കണ കാരണം ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ കളറ് കറക്റ്റ് കിട്ടും. അതുകൊണ്ടാണ് പിന്നെ നമ്മളിതൊന്നും ചെയ്യാൻ. കണ്ട നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. അടിയിലൊന്നും ഒരു ഇതുമില്ല, നല്ല ഭംഗിയിൽ വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി സെർവ് ചെയ്യാം.